ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. അതിനായി കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ ഓയിൽ, സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ട് പച്ചമുളക്, 2 കൊത്ത് കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പ്ലേറ്റ് വഴക്കി കൊടുക്കണം. ഇതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഗ്രീൻ പീസും ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടൊന്നും നല്ലതാണ്. ഇങ്ങനെ ഉരുളയൊക്കെ പിടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്തു ഞാൻ. ഇതായി പൊടിച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് വേണ്ട പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മതിയാവും കേട്ടോ, ഇത്ര ഓഫ് ചെയ്യാം. ഇതാ കുറച്ച് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പുമാ സേമിയാണ്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട പുഴുങ്ങാനിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടുന്നുള്ളതാണ്. ഇതാ ഒരു ജാറെടുത്തു. ഇതാ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിട്ട് അടിക്കണം. ഇതാ ഇതൊന്ന് കുറച്ച് ഒരു ഉരുള എടുക്കുക. ഇതാ ഇങ്ങനെ ഉരുളയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഷേപ്പാക്കാം. പൊട്ടാണ്ട് ഷേപ്പാക്കണേ. ഉരുളക്കിഴങ്ങ് നന്നായി പൊടിഞ്ഞിട്ടുണ്ടാവണം. ഇതാ ഇങ്ങനത്തെ ഷേപ്പാക്കിയിട്ടുണ്ട്. മുട്ടയിൽ ഇങ്ങനെ മുക്കിയെടുക്കാം പതുക്കെ. എന്നിട്ട് വെർമിസെല്ലിയിൽ പതുക്കെ ഇങ്ങനെ മുക്കിയെടുക്കാം. പൊട്ടാണ്ട് പതുക്കെ ഇങ്ങനെ ആക്കണേ. ഇതാ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഒരു കിളിക്കോടിൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. അത് നമ്മൾ ഷേപ്പ് വേണമെങ്കിൽ ആക്കാം. നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഗ്രീൻ പീസ് എടുക്കുകയാണെങ്കിൽ അത് ഇത്രയും നന്നായിട്ടൊന്ന് ഉടഞ്ഞ പോലെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഈ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും മസാലയൊക്കെ കൂടി ചേരുന്നതോടുകൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ. എന്താ അടുത്തത് അതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. മുട്ടയിൽ മുക്കണം. ഇത് അതേപോലെ സേമിയയിലാക്കുക. ഇത് കുറച്ച് ഇതാക്കിയില്ലാന്ന് വെച്ചാൽ വേഗം പൊട്ടിപ്പോവേ. പതുക്കെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഭംഗിയാണ്, കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഒരു ചട്ടി എണ്ണ ചൂടായി വെച്ചിട്ടുണ്ട്. അതിലിട്ട് കൊടുക്കും. തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ
ഇതാ ആയിട്ടുണ്ട്, അത് കോരിയെടുക്കാം. ഇതാ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. കിളിക്കൂട് ഇതാ ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം.